KPCCയുടേതായി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുകയാണ്. അങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ല എന്നാണ് KC ജോസഫ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള റിപ്പോർട്ട് ഇതുവരെ പുറത്തെത്തിയിട്ടുമില്ല. താങ്കളെ ചതിച്ച് തോൽപ്പിച്ചു എന്നാണ് റിപ്പോർട്ടിലെ പരാമർശം എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്ന വസ്തു? അല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ഞാൻ ഇത് സംബന്ധിച്ച് ഒരു പരാതിയും പാർട്ടിക്ക് നൽകില്ല. വസ്തുതകൾ പഠിക്കാതെ മത്സരിക്കാൻ ചെന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. അതുകൊണ്ട് തന്നെ ആരെക്കുറിച്ചും ഒരാക്ഷേപവും ഞാൻ പാർട്ടിയിൽ പറയില്ല, ഒരു പരാതി ആർക്കെതിരായിട്ട് എഴുതി കൊടുക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ പാർട്ടി 2 സീറ്റുകൾ തോറ്റതിനെ കുറിച്ച് ഗൗരവത്തിൽ കാര്യങ്ങൾ കാണുകയും ശ്രീ KC ജോസഫ് ചെയർമാനായിട്ട് കമ്മിറ്റിയെ വയ്ക്കുകയും ചെയ്തു. ആ കമ്മിറ്റി എന്നോട് എൻ്റെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് കമ്മിറ്റി അതിൻ്റെ തെളിവെടുത്തത്. KC ജോസഫിനെ പോലെ ഒരു സീനിയർ നേതാവ് വന്ന് കാണണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ബഹുമാനിക്കേണ്ട ഒരു ചുമതല എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കമ്മിറ്റിക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ ഞാൻ പരാതി പറയാത്ത സാഹചര്യത്തിൽ എന്തിനാണ് അന്വേഷിക്കുന്നത്, എന്തിനാണ് ആ റിപ്പോർട്ട് എന്താണെന്ന് എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ പരാതിക്കാരനല്ല. ഞാൻ പറഞ്ഞല്ലോ, പരാതി എനിക്ക് എന്നെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. വസ്തുതകൾ മനസ്സിലാക്കാതെ ഒരു സുപ്രഭാതത്തിൽ മത്സരിക്കാൻ പോയതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അതിന് മറ്റാരെയും തലയിൽ കുറ്റം ചാർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടാതിരുന്നു. മാത്രമല്ല, ഇതുവരെയായിട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു റിപ്പോർട്ടിൽ നടപടി പാർട്ടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അന്വേഷണത്തിന് ആവശ്യമില്ല എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ഞാൻ അന്നും ഇന്നും. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് ഇന്നലെ ചില ചാനലിൽ കണ്ട റിപ്പോർട്ട് ഫേക്കാണോ അതോ ആരെങ്കിലും ചോർത്തി നൽകിയതാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല. റിപ്പോർട്ടിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അത് പറഞ്ഞിനി വീണ്ടും പാർട്ടിയിലെ അന്തരീക്ഷം വഷളാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് പുറത്തു വന്ന ഭാഗം ആദ്യം പ്രസിദ്ധീകരിച്ചത് ഫേസ്ബുക്കിലൂടെ അനിൽ അക്കര തന്നെയാണ്. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് അത് അപ്രത്യക്ഷമാകുകയായിരുന്നു. പിന്നീടാണ് അത് വാർത്തകളിൽ ഇടം പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതാണ് ഇതിലെ സംശയം ജനിപ്പിച്ചത്. ഇത് വ്യാജമാണെന്നുണ്ടെങ്കിൽ പിന്നീട് എന്തിനാണ് അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചതെന്നുള്ളതാണ് ഉയരുന്ന ഒരു ആക്ഷേപം. അല്ല, ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പരാതിക്കാരനല്ലാത്തതുകൊണ്ട് എനിക്ക് ആ റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. താങ്കളെ ചതിച്ചതാണെന്ന് തോന്നുന്നു. അല്ല, അതിപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. പിന്നെ എല്ലാ ദിവസവും നേരം വിളിച്ചാകുമ്പോൾ എഴുന്നേറ്റ് എന്നെ ചോദിച്ചു എന്ന് പറയേണ്ട കാര്യം എന്താ? ഏതായാലും നഷ്ടപ്പെട്ട സീറ്റ് അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ തിരിച്ചു പിടിക്കണം. അതിന് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, പ്രധാനൻ തന്നെ മത്സരിച്ചാൽ മാത്രമേ അത് തിരിച്ചു പിടിക്കാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അസസ്മെൻറ്റ്. അത് പാർട്ടിയുടെ സമയമാകുമ്പോൾ ഇപ്പം പറയേണ്ട ആവശ്യമില്ല. കാരണം 4.5 കൊല്ലമുണ്ട്. അന്ന് ഞാൻ പറയും, അത്രയേ ഉള്ളൂ. അല്ലാതെ കഴിഞ്ഞു പോയാൽ ആരൊക്കെ ചതിച്ചു, ആരൊക്കെ തെറ്റ് ചെയ്തു, അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ചർച്ചയിലേക്ക് പോയാൽ അത് പാർട്ടിയുടെ ലോക്കൽ ബോഡി ഇലക്ഷനിലെയും അസംബ്ലി ഇലക്ഷനിലെയും വിജയസാധ്യതയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ ഒരിക്കലും കടക്കില്ല. എൻ്റെ അഭിപ്രായം, സീറ്റ് തിരിച്ചു പിടിക്കണം BJPയുടെ. അതിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ആൾ TN പ്രതാപനാണ്. ആ വിവരം ഞാൻ പാർട്ടി വേദിയിൽ ഞാൻ പറയും, അത്രയേ ഉള്ളൂ. ഈ ആരോപണ വിധേയരായിട്ടുള്ളവരിൽ ചിലരെ തന്നെയാണ് DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും പരിഗണിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. അല്ല, DCC പ്രസിഡന്റിനെ വെച്ചിട്ടില്ലല്ലോ ഇതുവരെ. നമ്മൾ യൂഹാഭോഹങ്ങൾ അനുസരിച്ച് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അനാവശ്യ ചർച്ചയിലേക്ക് പോകും. DCC പ്രസിഡന്റ് ആരാണെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഹൈക്കമാൻഡിന്റെ മുമ്പിൽ എല്ലാ വിഷയങ്ങളും ഉണ്ട്. ഹൈക്കമാൻഡ് അനുയോജ്യമായിട്ടുള്ള തീരുമാനം എടുക്കും. അതിന്റെ പേരിൽ തർക്കത്തിലേക്ക് പോകണ്ട. മറ്റേ കമ്മിറ്റി കുറ്റപ്പെടുത്തിയ ആളാണോ അല്ലേ എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. അതിനെക്കുറിച്ച് ഞാൻ റിപ്പോർട്ട് നോക്കിയിട്ടില്ല, എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. KM, അങ്ങയുടെ വ്യക്തിപരമായ പരാജയം മാത്രമല്ല, UDFന്റെ ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നു. അവിടെ BJPയുടെ കാൻഡിഡേറ്റ് UDFന്റെ സിറ്റിംഗ് സീറ്റിൽ വിജയിക്കുന്നു. അപ്പൊ അത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നതിന്റെ ഗൗരവതരമായ പശ്ചാത്തലം ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കേണ്ട കാരണം അതിനൊക്കെ ഒരു ഉപസമിതി റിപ്പോർട്ട്, അതിന് നടപടി വേണ്ടതല്ലേ? അല്ല, അതിനെ കുറിച്ച് ഇപ്പൊ നടപടിയല്ല വേണ്ട. ഇനി ആ സീറ്റ് ഭാവിയിൽ തിരിച്ചു പിടിക്കാനാ നോക്കേണ്ടത്. അതിന് ആപ്റ്റായിട്ടൊരു കാൻഡിഡേറ്റിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്. പഴയ MP പ്രതാപൻ മത്സരിച്ചാൽ ആ സീറ്റ് അടുത്ത തവണ തിരിച്ചു പിടിക്കാൻ കഴിയും. കാരണം സുരേഷ് ഗോപിയുടെ ഇതുവരെയുള്ള MP എന്നുള്ള പെർഫോമൻസ് വളരെ മോശമാണെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതുകൊണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്.
അതുകൊണ്ട് പ്രധാൻ നിന്ന് ആ സീറ്റ് തിരിച്ചു പിടിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. തീരുമാനം എടുക്കേണ്ട പാർട്ടിയാണ്. UDF അനുകൂലമായ ഒരു തരംഗം ഉണ്ടായ ഘട്ടത്തിൽ പോലും അങ്ങേപോലെ ഇത്രയും പ്രതാപശാലിയായ ഒരു സ്ഥാനാർത്ഥി അവിടെ ചതിക്കപ്പെട്ട് പരാജയപ്പെട്ടു എന്നാണ് ആ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വരുന്നത്. അല്ല, അതിന്റെ ഏതായാലും സംഭവിച്ച കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞല്ല. പിന്നെ അതിനെക്കുറിച്ചിട്ട് ചർച്ച നടത്തി ഭാവി സാധ്യതകളെ എന്തിനാ ഇല്ലാതാക്കുന്ന പാർട്ടിയുടെ? അപ്പൊ നടപടിയൊന്നും വേണ്ട എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പരാതി പറയാത്ത സാഹചര്യത്തിൽ നടപടി എനിക്ക് ആവശ്യപ്പെടേണ്ട കാര്യം എന്താ? ഞാനൊരു പരാതിക്കാരനല്ല. പരാതിക്കാരനാണെങ്കിലേ നടപടി ആവശ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. ഞാൻ പരാതിക്കാരനല്ല. എനിക്ക് ഭാവിയിൽ ആ സീറ്റ് തിരിച്ചു പിടിക്കേണ്ട കാര്യത്തിലുള്ള നിർദ്ദേശം മാത്രമാണ് ഞാൻ പറഞ്ഞത്. താങ്കളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും BJPക്ക് ജയിക്കാൻ ഒരു അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ആളുകൾക്കെതിരെ നടപടി ആവശ്യമല്ല. അത് തീരുമാനിക്കേണ്ട പാർട്ടി നേതൃത്വമാണ്. പാർട്ടി നേതൃത്വം ഹൈക്കമാൻഡാണ് ആ കാര്യം തീരുമാനിക്കേണ്ടത്. അത് അവർ തീരുമാനിക്കട്ടെ എന്താണ് സംഭവിച്ച കാര്യങ്ങൾ എന്നൊക്കെ. ഞാൻ അതിലൊരു കക്ഷിയായിട്ട് ചേരില്ല. ഞാനായിട്ട് ഇനി ഭാവിയിൽ ഒരു പ്രശ്നവും പാർട്ടിക്ക് ഉണ്ടാക്കൂല ഈ വിഷയത്തിൽ. ഇല്ല, ഇത്തരം മാതൃകകൾ ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അത് കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ഇത്തരം കാര്യങ്ങൾ ഇനി വീണ്ടും തനിയാവർത്തനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു കരുതൽ പാർട്ടി നടത്തേണ്ടതല്ലേ? അങ്ങനെ അത് പാർട്ടി ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ ഒക്കെ പാർട്ടി വേദികളുണ്ടല്ലോ. ഇപ്പൊ ഏതായാലും പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി മാർച്ചിലൊരിക്കൽ ചേരണം എന്നാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് ചർച്ച ചെയ്യും പാർട്ടി ഫോറത്തിൽ. അതിന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് അങ്ങനെയുള്ള രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പോലും പരസ്പരം വാക്കേറ്റം ഉണ്ടാവുന്നതിന് ശേഷം കൂട്ടായി അല്ല, അതിൽ വാക്കേറ്റമൊന്നല്ല. കോൺഗ്രസ് പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ്. പാർട്ടി വേദിയിൽ വിമർശനങ്ങൾ ഉണ്ടാവും. പാർട്ടി വേദികൾ സ്തുതിക്കാനുള്ള വേദികളല്ല. പാർട്ടി വേദികളിൽ വിമർശനങ്ങൾ ഉണ്ടാവും. ആ വിമർശനങ്ങൾ പാർട്ടിയുടെ നയങ്ങളിൽ മാറ്റം വരുത്തേണ്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ സ്തുതി വചനങ്ങൾ മാത്രമല്ല, വിമർശനവും ഉണ്ടാവും. അതിൽ കൂടുതലായിട്ട് ഒന്നും കഴിഞ്ഞ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ ശേഷം പുനഃസംഘടന നടപടികൾ മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. രഹസ്യ യോഗങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഒന്നിച്ച് നേതാക്കന്മാർ, ഒന്ന് KPCC അധ്യക്ഷനും VD സതീശനും ഒന്നിച്ച് അന്വേഷിക്കുന്നില്ല, കൂടിയാലോചന നടത്തിയില്ല. അങ്ങനെ പോവുകയാണ്. ഏതായാലും മലയോര യാത്രയുള്ള നാളെ സമാപിച്ചതിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാവുന്നതാണ് എന്റെ പ്രതീക്ഷ. പാർട്ടിക്കകത്ത് മറ്റു പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് കൊണ്ടാണ് താങ്കൾ ഈ തൃശൂർ തോൽവിയിൽ കൂടുതൽ നടപടി വേണ്ട എന്നാവശ്യപ്പെടുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ല. ഏതായാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. കാരണം UDFന്റെ പരാജയത്തിനേക്കാൾ BJPയുടെ വിജയമാണ് തൃശ്ശൂരത്തെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. അതിനി ഭാവിയിൽ ആവർത്തിക്കാതെ നോക്കുക, അതല്ലേ ചെയ്യേണ്ട കാര്യം. അല്ലാതെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും പോരടിച്ചിട്ട് ആർക്ക് എന്ത് മെച്ചം കിട്ടാനാ? ജയിച്ചു പോയ ആൾക്ക് ഇനി 5 കൊല്ലം അവിടെ ഇരിക്കാമല്ലോ, എന്ത് സാഹചര്യം വന്നാലും. രണ്ട് കേന്ദ്ര മന്ത്രിമാർ കേരളത്തിൽ നിന്നുള്ളവരാണ്. രണ്ടുപേരും കേരള വിരുദ്ധ പ്രസ്താവന നടത്തി. ഒന്ന്, ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ് സുരേഷ് ഗോപി നടത്തിയ പരാമർശം. അതിൽ KMന്റെ അഭിപ്രായം എന്താണ്? അതായത് അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ഗൗരവത്തിൽ സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതായത് ഇപ്പോഴും ഈ ചാതുർവർണ്ണയത്തിൻ്റെ ചില സ്വഭാവങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന. ഇതിനെ ഏതാനും വർഷം മുമ്പ് അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രസ്താവനയായിട്ട് ചേർത്ത് വായിക്കണം. തനിക്ക് ബ്രാഹ്മണനായി ജനിക്കാൻ ആഗ്രഹം, എന്നാൽ വിഗ്രഹം തൊടാലോ. അതിൻ്റെ തുടർച്ചയാണ് പിന്നോക്ക സമുദായത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഉന്നത കുലജാതൻ, അത് ഫോർവേഡ് കമ്മ്യൂണിറ്റി എന്നല്ല പറയുന്നത്, ഫോർവേഡ് കമ്മ്യൂണിറ്റി ആയാലും കാര്യമില്ല, ഉന്നത കുലജാതനായിരിക്കും. എന്താണ് ഈ ഉന്നത കുലജാതൻ എന്നുള്ളത് മനസ്സിലാവുന്നില്ല. എല്ലാവരും അന്തസ്സും അഭിമാനത്തോടും കൂടി തന്നെയാണ് എല്ലാ സമുദായക്കാരും ജീവിക്കുന്നത്. അവിടെയാണ് ഇമാതിരി പ്രസ്താവന. രണ്ടാമത്തത് ജോർജ് കുര്യൻ്റെ. അദ്ദേഹം വന്ന് ഭിക്ഷാപാത്രമായിട്ട് മോഡിയുടെ മുമ്പിൽ ചെന്നാൽ വല്ലതും ചില്ലറായിട്ട് തരാമെന്നാണ് പറയുന്നത്. ഇത് രണ്ടും കേരളത്തിനെ അവമാനിക്കലാണ്. നരേന്ദ്രമോദിയുടെ ബഡ്ജറ്റിൽ കേരളം എന്നുള്ള സ്റ്റേറ്റ് ഇല്ല. ഈ രണ്ട് മന്ത്രിമാരാണെങ്കിൽ കേരളീയരെ അപമാനിക്കാവുന്ന അത്രയും അവമാനിക്കുകയാണ്. ഈ രണ്ടുപേരും കേരളത്തിന്റെ ശാപമായിട്ട് മാറി. ഇത്രയും കേരള വിരുദ്ധമായ പ്രസ്താവന നടത്തിയിട്ടും പാർലമെന്റിൽ UDF പ്രതിപക്ഷ, നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ എംപിമാർ ശബ്ദം വരുത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ LDF വലിയ തരത്തിൽ എംപിമാർ നോട്ടീസ് നൽകി പാർലമെന്റ് പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. അതിനൊപ്പം ചേരാൻ UDFന്റെ എംപിമാർ തയ്യാറായിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാനുള്ള സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് സമരം നടത്തിയത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ പ്രതിഷേധം UDFന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടതല്ലേ? അല്ല, UDFന്റെ കാര്യങ്ങൾ ശക്തമായി തന്നെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്.
അത് പാർട്ടിയുടെ ദേശീയ നയമാണല്ലോ. ഈ 2 മന്ത്രിമാരും കേരളത്തിനെ അവമാനിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ കേരളം ഒറ്റക്കെട്ട് തന്നെയാണ്, ഒരു സംശയവും അക്കാര്യത്തിലില്ല. 2 പേരെ കൊണ്ടും കേരളത്തിന് ഒരു ഉപകാരമില്ല. ഞാൻ പറഞ്ഞത് ഈ ബഡ്ജറ്റിലെ ഒരു ലോക്സഭാ അംഗത്തിനെ ജയിപ്പിച്ച് വിട്ടിട്ട് പോലും ഒരു ഉപകാരവും ഇല്ല എന്ന് മാത്രമല്ല, ഉപദ്രവമായി തീർന്നിരിക്കുക. അപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് തൃശ്ശൂർ പറഞ്ഞ മെട്രോ വരുന്നതാണ്. ഇത് മെട്രോ ഇല്ല, അതുപോലെ തന്നെ മറ്റേ ട്രെയിനും കൂടുതലില്ല. ഇപ്പം ഇന്നലെ റെയിൽവേ ബഡ്ജറ്റിനെ നോക്കിയപ്പോൾ ട്രെയിനും ഇല്ല. സ്റ്റേഷൻ വികസനം, ഇപ്പം നിയമത്തിൻ്റെ വികസനം ഒന്നും കാണാനില്ല ആ ഇതിൽ. അത് വികസിപ്പിച്ചാലേ കൂടുതൽ ഹോൾ സ്റ്റേഷൻ വന്നാലല്ലേ ഇവിടെ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഒന്നുമില്ല. എന്തിനധികം പറഞ്ഞ ലൈൻ ഇരട്ടിപ്പിക്കുന്ന പറയുന്ന എന്താ, പാലപ്പി എറണാകുളം സെക്ടറിൽ അവിടെ ലൈൻ ഇരട്ടിപ്പിച്ചാൽ ലാഭം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ലാഭം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മറ്റേ അപ്പോൾ ബാക്കിയുള്ള ലൈനിൽ ഡബിൾ ലൈനിൻ്റെ പ്രയോജനം കിട്ടണമെങ്കിൽ ഇവിടെ സിംഗിൾ ലൈൻ ആയാൽ മതിയോ? പ്രത്യേകിച്ച് വന്ദേ ഭാരത് ഓടുന്ന റൂട്ടിൽ. പിന്നെ ഈ പറയുന്ന സംഖ്യ ഉണ്ടല്ലോ, ഇതൊക്കെ മറ്റേ അമൃത് പദ്ധതിയിൽ പെടുത്തി വർക്ക് നടക്കുന്നതാണ്. ഞാൻ MP ആയിരുന്നപ്പോൾ വടകരയും തലശ്ശേരിയും മാഹിയിലും ഈ വർക്ക് ഇപ്പം നടക്കുന്നുണ്ട്. അതല്ലാതെ പുതിയതായിട്ട് ഒരു സ്കീമും ഇല്ല. ഈ അമൃത് സ്കീമിൽ തന്നെ പുതിയ സ്റ്റേഷനോട്ട് ഉൾപ്പെടുത്തിയിട്ടുമില്ല ഈ വർഷത്തെ. ഞാൻ തന്നെ കഴിഞ്ഞ വർഷം ഈ 3 കിട്ടിയപ്പോൾ ഞാൻ കൊയിലാണ്ടീനെ ഈ വർഷത്തെ ഉൾപ്പെടുത്തണം ഞാൻ തന്നെ ഒന്ന് എഴുതി കൊടുത്ത. പക്ഷെ അതുപോലെ ഇത്തവണ അമൃത് സ്റ്റേഷൻ ഏതൊക്കെയാന്ന് പറയുന്നുമില്ല. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് മൊത്തം കേരളത്തിന് അവമാനിക്കുന്ന ബഡ്ജറ്റ്. ഒരു കാരണവശാലും പാടില്ല എന്നുള്ള അഭിപ്രായം. ഞങ്ങൾ കിഫ്ബിയുടെ ദോഷങ്ങളെക്കുറിച്ച് അന്ന് പറഞ്ഞ, ഞാൻ തന്നെ നിയമസഭയിൽ അംഗമായി കിഫ്ബി തുടങ്ങിയ കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു പദ്ധതിയാണ്. ഇനിയിപ്പോൾ എല്ലാത്തിലും കിഫ്ബിയുടെ പ്രാതിനിധ്യമാണെങ്കിൽ എല്ലാത്തിനും ടോൾ കൊടുക്കേണ്ടി വരും. ഇപ്പം ടോൾ കൊടുത്ത് മുടിയും. കേന്ദ്രത്തിൻ്റെ ടോളുണ്ട്, ഇനി സ്റ്റേറ്റിൻ്റെയും കൂടെ വന്നാൽ പിന്നെ ലാഭം ട്രെയിനാണ് ആൾക്കാർക്ക് സഞ്ചരിക്കാൻ. കാറിലോ ബസ്സിലോ കയറാൻ പറ്റാത്ത അവസ്ഥയാവും ഇനി കിഫ്ബിയുടെ ഇതും കൂടെ വന്നാൽ. മറ്റൊരു കാര്യം, ഇപ്പൊ UDF മുഖ്യമന്ത്രി ചർച്ച ഒടുങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഇപ്പൊ ലീഗ് പറഞ്ഞത് കോൺഗ്രസിന് സമ്മതമാണെങ്കിൽ അവർ തയ്യാറാണ് എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞത് മുമ്പ് ശശി തരൂർ പറഞ്ഞൊരു വാചകമേ ഞാൻ പറയുന്നുള്ളൂ. ആദ്യം ബിൽഡിങ് പൂർത്തിയാക്കുക, എന്നിട്ട് ഫർണിച്ചർ വാങ്ങാം. പക്ഷെ തങ്ങൾ തമാശ പറഞ്ഞാണ് കേട്ടോ. മറ്റേ പത്രക്കാർ ചോദിച്ചു ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഉപമുഖ്യമന്ത്രി സ്ഥാനമല്ല, മുഖ്യമന്ത്രി സ്ഥാനം തന്നാൽ സന്തോഷം, അത്രയേ പറഞ്ഞുള്ളൂ. ഒരു ചോദ്യത്തിന് തമാശ രൂപത്തിൽ പ്രതികരിച്ചതാണ്. അതിന് ആ രീതിയിൽ അതിനൊരു ഗൗരവത്തിൽ കാണേണ്ട ആവശ്യമില്ല. പക്ഷെ ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, ഇത് ആദ്യം അധികാരം കിട്ടുക, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുള്ളൂ. അതിന് ഈ താഴെത്തട്ടിൽ സംഘടനാ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതില്ലേ? നമുക്ക് അധികാരം കിട്ടുക എന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് പോലെയല്ല. ഉപതെരഞ്ഞെടുപ്പിലെ തുടർച്ചയായ വിജയങ്ങളിലാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് അഭിമാനത്തോടെ പറയുന്നത്. പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ വരുമ്പോൾ കേവന് അറിയാലോ, വാർഡ് അടിസ്ഥാനത്തിൽ ബൂത്ത് അടിസ്ഥാനത്തിൽ കമ്മിറ്റികൾ വേണം, പ്രവർത്തകർ വേണം. അതിന് പാർട്ടി സജ്ജമാണോ? അല്ല, അതിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തൊക്കെ എനിക്ക് കോർപ്പറേഷനെയും കൂടെ ചാർജ് ഉള്ളതുകൊണ്ടും അതിൻ്റെ വാർഡ് കമ്മിറ്റികളൊക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഏതാണ്ട് 98% വാർഡ് കമ്മിറ്റികളും പൂർത്തിയാക്കി കഴിഞ്ഞു. വട്ടിയൂർക്കാവിലെ കുടുംബയോഗങ്ങളിലൊക്കെ ഞാൻ പങ്കെടുക്കുന്നു. വട്ടിയൂർക്കാവിൽ മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. പാലക്കാട് നടക്കുന്നുണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റി ഇത്തവണ തിരിച്ചു പിടിക്കണം എന്നാണ് UDFന്റെ ലക്ഷ്യം. കാരണം എനിക്ക് ജില്ലയിൽ പാലക്കാടിൻ്റെയും കൂടെ ചാർജ് എനിക്കുണ്ട്.